പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കും തോന്നും ഒരാളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ ഇത്രയ്ക്ക് പ്രശ്നമാണോ എന്ന്. ചിലപ്പോൾ ചില പദവികളിലിരിക്കുമ്പോൾ നല്ലത് പറയുന്നതും പ്രശ്നമാണ് എന്നതാണ് സർവീസ് ചട്ടം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടേഴ്സിലേക്ക് പോകാം. ആർ റോഷിപാൽ നമുക്കൊപ്പം, TV പ്രസാദും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം റോഷിപാലിലേക്ക്. ആർ റോഷിപാൽ, KS ശബരിനാഥന്റെ പങ്കാളിയായിരുന്നു കൊണ്ട് ദിവ്യ എസ് അയ്യർ ഇങ്ങനെ KK രാഗേഷിനെ പുകഴ്ത്താമോ? അതാണോ കോൺഗ്രസിനെ ശരിക്കും പ്രകോപിപ്പിച്ചത്? ഒന്നോ രണ്ടോ നേതാക്കളാണെങ്കിലും കുറച്ചുപേരെങ്കിലും രംഗത്ത് വന്ന് ഈ പ്രതികരണങ്ങളൊക്കെ നടത്തിയതിന്റെ കാരണം യഥാർത്ഥത്തിൽ അതാണ്. സുജയ പാർവതി, ദിവ്യ എസ് അയ്യറുടെ ഈ ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലെ കുറിപ്പിൽ കടുത്ത അമർഷം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. പരസ്യമായി അവർ പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. കാരണം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളാണ് ദിവ്യ എസ് അയ്യറുടെ പങ്കാളി KS ശബരിനാഥൻ. യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയാണ്, MLA ആയിരുന്നു. അങ്ങനെ കോൺഗ്രസിന് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു നേതാവ് കൂടിയാണ്. ആ നേതാവിൻ്റെ പങ്കാളി തന്നെ സർക്കാരിനെ, അല്ലെങ്കിൽ സർക്കാരുമായി മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തി CPIM ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ അവിടെ അഭിനന്ദിച്ച് രംഗത്തെത്തുന്നതാണ് ആ പ്രകോപനത്തിന് കാരണം. നേരത്തെ അതേപോലെ തന്നെ K രാധാകൃഷ്ണൻ മന്ത്രി പദവി ഒഴിഞ്ഞപ്പോഴും അഭിനന്ദിച്ചതും അന്ന് ഇതേപോലെ തന്നെ വിമർശനത്തിന് വിധേയമായിരുന്നു. പക്ഷേ ഇപ്പോൾ KK രാഗേഷിനെ അഭിനന്ദിച്ചുള്ള ആ കുറിപ്പ് അത് കർണനോട് ഉപമിച്ചത് കൂടുതൽ പ്രകോപനത്തിന് ഇടയാക്കി എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒഴിഞ്ഞ ഒരാൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോൾ അവരെ എന്തിനാണ് ഇങ്ങനെ അഭിനന്ദിക്കേണ്ടത്? ഈ തരത്തിൽ എന്തിന് അഭിനന്ദിക്കണം എന്ന ചോദ്യം കൂടി ഉയർത്തുന്നു. മാത്രവുമല്ല, ഇങ്ങനെ കോൺഗ്രസ് കുടുംബത്തിലുള്ള ഒരാൾ ഇങ്ങനെ ഒരു അഭിനന്ദനവുമായി രംഗത്തെത്തുമ്പോൾ അത് തെറ്റായ സന്ദേശം നൽകുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അവർക്ക് വിമർശനത്തിന് ആധാരമായി കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നതാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വിമർശിക്കാതെ മൗനം പാലിച്ചെങ്കിലും അവർക്കൊക്കെ അമർഷമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ മുൻ KPC അധ്യക്ഷൻ K മുരളീധരൻ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം വിമർശനം ഉയർത്തുമ്പോൾ കോൺഗ്രസിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ പോരാളികൾ കടുത്ത ആക്രമണമാണ് ഇപ്പോൾ അഴിച്ചുവിടുന്നത്. ദിവ്യ എസ് അയ്യർക്കെതിരെ അതിരൂക്ഷമായി ആക്രമണം അഴിച്ചുവിടുമ്പോൾ ജ്യോതികുമാർ ചാമക്കാല G കാർത്തികേയൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് വിമർശനം ഉയർത്തുകയും ചെയ്തു. അങ്ങനെ പ്രതിരോധത്തിലായതോടെയാണ് ശബരിനാഥൻ തന്നെ രംഗത്തെത്തി അവിടെ ദിവ്യ എസ് അയ്യർക്ക് നടത്തിയത് തെറ്റാണ്, അവർ അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി എന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്തുകയും ചെയ്തു. ഏതായാലും കോൺഗ്രസിൽ വരും ദിവസങ്ങളിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയും വിവാദവും ആയി ആളിക്കത്തുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. മാത്രവുമല്ല, നമുക്കറിയാം കോൺഗ്രസിലെ വിഭാഗീയത ഉള്ളതുകൊണ്ട് തന്നെ ശബരിനാഥനെതിരെയുള്ള ഒരു ആയുധമാക്കി എതിരാളികൾ അത് ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു ആശങ്ക ശബരിനാഥിനെ പിന്തുണയ്ക്കുന്നവരും പങ്കുവെക്കുന്നുണ്ട്. സുജയ.